ഈ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ തലവേദനയാണല്ലോ BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. പാകിസ്ഥാന് മാത്രമല്ല, ബലൂജ് മേഖലയിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ആയിരക്കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ചൈനയ്ക്കും തലവേദനയാണ്. അപ്പോൾ കുറേ കാലമായി ഈ തീവണ്ടി വരെ തട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്നവർ പറയുന്ന പോരാട്ടങ്ങൾ BLA നടത്തുന്നുണ്ട്. BLAയെ വളരെ പെട്ടെന്ന് ട്രംപ് ഭരണകൂടം അന്താരാഷ്ട്ര ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുവരെ ചെയ്തില്ല. രണ്ടാം തവണ മുനീർ അവിടെ എത്തിയപ്പോൾ, അസീം മുനീർ എത്തിയപ്പോഴാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഈ തീരുമാനം. ഇപ്പോൾ പെട്ടെന്ന് അമേരിക്കയ്ക്ക് എന്താ ഒരു ഉൾവിളി, BLA അങ്ങ് നിരോധിച്ചേക്കാമെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. അതുകൊണ്ട് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ വലിയ ഗുലാനല്ലേ, വലിയ അടുപ്പക്കാരാണ് ഇപ്പോൾ. അത് ട്രംപിൻ്റെ മകനെന്തോ ബിറ്റ് കോയിൻ ബിസിനസ്സോ ക്രിപ്റ്റോ കറൻസിയുടെ ബിസിനസ്സുണ്ട്. അത് പിന്നെ ഇന്ത്യയെയും ചൈനയെയും തടയാനായിട്ട് അവർ കണ്ടിരിക്കുന്ന ഒരു സ്ഥലം പാകിസ്ഥാനാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ അമേരിക്ക കൈവിടുന്ന പ്രശ്നമില്ല. ഹിസ്റ്റോറിക്കലി അവർ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാവും, എപ്പോഴെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൽ ഇന്ത്യയുടെ ഭാഗത്ത് അമേരിക്ക നിന്നിട്ടുണ്ടോ? ഇല്ല. അതേസമയം ഇൻഡോ ചൈന കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ ഭാഗത്ത് നിൽക്കുകയും ചെയ്തു. 62 യുദ്ധത്തിൽ ചൈന ഏകപക്ഷീയമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ അതത്ര ഏകപക്ഷീയമായിരുന്നില്ല. അമേരിക്കയുടെ കരിബു വിമാനങ്ങൾ കൽക്കട്ട എയർപോർട്ടിൽ വന്നിറങ്ങി, യുദ്ധവിമാനം. കൽക്കട്ടയ്ക്ക് വടക്കോട്ട് കരിബു പ്ലെയിനിന് ഇറങ്ങാനുള്ളൊരു എയർപോർട്ടും നമുക്കില്ല. കൽക്കട്ടയിൽ വന്നിറങ്ങി. ദാറ്റ് വാസ് ദ ടേണിംഗ് പോയിന്റ്. അതിനുശേഷമാണ് ചൈന ഏകപക്ഷീയമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. അമേരിക്ക സഹായിക്കാൻ വേണ്ടി വന്നതാണോ? സഹായിക്കാൻ വേണ്ടി വന്നതാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക നമ്മുടെ കൂടെ ചേർന്ന് ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യുമായിരുന്നോ എന്നുള്ളത് വേറെ കാര്യം. അതിന് മുമ്പ് തന്നെ ചൈന പിൻവാങ്ങിയല്ല. ബട്ട് അമേരിക്ക അക്കാര്യത്തിൽ നമ്മുടെ കൂടെയായിരുന്നു. ചൈനയുമായിട്ട് കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അവർ കൂടെ നിൽക്കും. പാകിസ്ഥാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ ഒരിക്കലും അവർ കൂടെ നിന്നിട്ടില്ല. അവർ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. നിഷ്പക്ഷമാണെന്ന് പറയും, പക്ഷെ പാകിസ്ഥാൻ പക്ഷമാണ്. പിന്നെ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ അഭ്യൂഹം എന്ന് പറയുമായിരുന്നെങ്കിലും ഇപ്പോൾ ഏകദേശം കൺഫേംഡ് ആണ്. പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ന്യൂക്ലിയർ ബോംബുകൾ അതെല്ലാം ഈ സബ് കിലോ ടൺ എന്നോ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് അതിന്. അതായത് 1 കിലോയിൽ താഴെ ഉള്ള ബോംബുകൾ. ഇതെല്ലാം അമേരിക്കൻ നിർമ്മിത ബോംബുകളാണ്. അമേരിക്ക കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതിന് കാവൽ നിൽക്കുന്നത് അമേരിക്കക്കാരാണ്. പാകിസ്ഥാനിൽ പാകിസ്ഥാനി ജേർണലിസ്റ്റിന് കയറി ചെല്ലാൻ പറ്റാത്ത അമേരിക്കൻ ബേസസ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്. നൂർഖാൻ പോലും അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നത്. അതെ, പാകിസ്ഥാൻകാർക്ക് പോലും പ്രവേശനമില്ല, പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് പ്രവേശനമില്ല. അപ്പോൾ ആ സാധനം മറ്റവനാണ്. ആറ്റം ബോംബ്, അണുബോംബാണ്, അണവായുധങ്ങൾ. കപ്പാസിറ്റി പാകിസ്ഥാൻ്റെ ആണെന്ന് പറയുന്നത് അമേരിക്കയുടെ. അതിൽ കയറി ചവിട്ടി എന്നുള്ളതാണ് നമ്മൾ ചെയ്ത അപരാധം. അത് അമേരിക്ക ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചവിട്ടിയതായിരിക്കുമോ? അറിഞ്ഞുകൊണ്ടാണ്. അത് ആദ്യ പത്രസമ്മേളനത്തിൽ വ്യക്തമായിരുന്നു. DGMO പത്രസമ്മേളനത്തിൽ ചോദിച്ചല്ലോ ആരും, ഈ കിരാണ ഹിൽസിന് താഴെ നിങ്ങൾ ചെയ്ത് അവിടെ അണുവായുധം ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾക്കറിയില്ല. അപ്പം അത് ദാറ്റ് വാസ് ക്ലിയർ. ഇത് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് അതിൻ്റെ എൻട്രൻസിലേക്ക് മറ്റേ എയർ കണ്ടീഷൻ്റെ വെൻറ്റ് ഉണ്ട്, അത് നോക്കിയിട്ട് അതിനകത്ത് കൃത്യം ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്ത് അത് നാശവശമാക്കി. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസും നമുക്കറിയാൻ പാടില്ലായിരുന്നോ? അതെ, അറിയാം. അമേരിക്ക എതിരാവുമെന്ന് അറിയാം. അതാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അമേരിക്ക നമുക്കെതിരായി. അപ്പോൾ നമുക്ക് ബദൽ പ്ലാൻ എന്താ? അമേരിക്ക എതിരായാൽ ബദൽ പദ്ധതി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. വരട്ടെ എന്ന്. അമേരിക്ക എതിരായി എന്ന് പറഞ്ഞു എന്താ? താരിഫല്ലേ ഈ പ്രശ്നം. താരിഫ് പ്രശ്നമാണല്ലോ ഈ പറയുന്നത്. താരിഫ് ഓഗസ്റ്റ് 27-നാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആയിട്ടില്ല. ഓഗസ്റ്റ് 21-ന് ഡൽഹിയിൽ ചർച്ച വെച്ചിട്ടുണ്ട്. അമേരിക്കൻ സംഘം വരും. അതിന് മുമ്പ് തന്നെ IMEC എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട്. അതറിയാം, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, IMEC. അത് കൂടുതൽ ഈ ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ അറേഞ്ച്മെൻറ്റുമാണ്. അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച 7-ാം തീയതി ഓഗസ്റ്റ് 7, 8 തീയതികളിൽ ഡൽഹിയിൽ വെച്ച് നടന്നു അതിൻ്റെ മീറ്റിംഗ്. അതിന് മുൻകൈ എടുത്തതും അമേരിക്ക തന്നെയാണ്.
അതായത് താരിഫ് എങ്ങനെ ബൈപ്പാസ് ചെയ്യാം, അമേരിക്കൻ താരിഫ് എങ്ങനെ എങ്ങനെ ബൈപ്പാസ് ചെയ്യാം. ബൈപ്പാസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കോസ്റ്റ് കുറയ്ക്കുക. അതിനെ കോസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുക, ഫ്രൈറ്റ് കുറയ്ക്കുക. ഫ്രൈറ്റ് കുറയ്ക്കാൻ ഷോർട്ടസ്റ്റ് റൂട്ട് ഉള്ള പോർട്ടുകൾ വഴി കണക്ട് ചെയ്യുക. അതിനകത്ത് യൂറോപ്യൻ യൂണിയനുണ്ട്, ഇറ്റലിയുണ്ട്, ജർമ്മനിയുണ്ട്, ഇംഗ്ലണ്ട് ഒഴിച്ച് ടീമെല്ലാം ഉണ്ട്, അമേരിക്കയുണ്ട്. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു പോയത് ഈ ഒരു നീക്കത്തിലാണ്. ഇതിന് മുൻകൈ എടുക്കുന്നു അമേരിക്ക. അവരുടെ താരിഫ് തകർക്കാനല്ല, ബാധിക്കാതിരിക്കാൻ കുറേ ബാധിക്കുമെന്ന് വെച്ചാൽ ചെറുതായിട്ട് ബാധിക്കും. അപ്പോൾ ആ ബാധ്യത ഒന്ന് കുറയ്ക്കാനായിട്ട് അമേരിക്ക തന്നെ മുൻകൈ എടുത്ത്, അമേരിക്കൻ ബിസിനസ്സുകാർ മുൻകൈ എടുത്തിട്ട് ഐമെക്കിൻ്റെ ഇത് ഡൽഹിയിൽ വെച്ച് വിളിച്ചു. അത് വേണമെങ്കിൽ അവർക്ക് യൂറോപ്പിൽ വെച്ച് വിളിക്കാം, ബട്ട് അതൊരു സിഗ്നൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡൽഹിയിൽ വെച്ച് വിളിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അതെന്തോ ഇവിടെ നിന്ന് നേരെ സൗദി അറേബ്യയ്ക്ക് പോവുക, സൗദി അറേബ്യയിൽ നിന്ന് നേരെ ഇസ്രായേലിൻ്റെ ഹൈഫ. ഇസ്രായേൽ വാസ്തവത്തിൽ ഐമെക്കിലില്ല, ബട്ട് ഐമെക്കിൽ നിങ്ങൾ മെമ്പർ അല്ലെങ്കിലും ഹൈഫ പോർട്ട് ഞങ്ങൾക്ക് ഒന്ന് ഉപയോഗിക്കാൻ തരണം. ഹൈഫ പോർട്ട് നടത്തുന്നത് അദാനിയാണ്. അപ്പോൾ ഇസ്രായേലിന് ഇതിനോടൊരു സോഫ്റ്റ് കോർണറുണ്ട്. ഈ ട്രംപ് കാണിക്കുന്ന ഈ ബഹളത്തോടെല്ലാം അവർക്ക് പ്രതിഷേധമുണ്ട്. പക്ഷേ അവരുടെ മെയിൻ ആളായതുകൊണ്ട് അവർ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഹൈഫ പോർട്ടിൽ നിങ്ങൾ അത് കുഴപ്പമൊന്നുമില്ല, ബിസിനസ്സില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ടല്ലോ സുനിൽ. ഞാൻ ഷിപ്പിംഗ് സെക്ടറിലുള്ള പലരോടും ചോദിച്ചു. അവർ പറഞ്ഞു ഈ സാങ്ഷൻ എന്ന് പറയുന്നു, ഇറാനിൽ നിന്ന് എണ്ണ ആരും വാങ്ങരുത്. പക്ഷേ ഇറാനിൽ നിന്ന് ചൈന എണ്ണ വാങ്ങുന്നു. എങ്ങനെ വാങ്ങുന്നു? ഒരു ചോറ്റുപാത്രമായിട്ട് വന്നിട്ട് എടുത്തുകൊണ്ട് പോകുകയല്ലോ, വലിയ ടാങ്കറിലല്ലേ ഇത് പോകുന്നത്, ഷിപ്പിലാണ്. അമേരിക്ക കാണുന്നില്ലേ ഇത്? മറ്റ് രാജ്യങ്ങൾ കാണുന്നില്ലേ? അവരുടെ മുന്നിൽ കൂടെ പോകുന്നത്, അവരുടെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ മാത്രമല്ല, ഷിപ്പിംഗ് സെക്ടറിലുള്ളവർ പറയുന്നത് ഇതൊന്നും കൃത്യമായിട്ട് ഡെസ്റ്റിനേഷനൊന്നും അടയാളപ്പെടുത്തിയില്ല. ടാങ്കറിൻ്റെ ക്യാപ്റ്റനോട് പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ടാങ്കർ ജിബൂട്ടിയിൽ എത്തിക്കുക. ഫൈൻ, അല്ല ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയെങ്കിലും ആട്ടോ, താൻ ഇവിടുന്ന് ജിബൂട്ടിയിൽ എത്തിക്കുക. ജിബൂട്ടിയിൽ എത്താൻ തന്നെ 2 മാസം എടുക്കും. അതിനപ്പുറത്തേക്ക് താൻ ആലോചിക്കുന്നു, അപ്പോഴത്തേക്ക് താൻ നിലത്തിറങ്ങും, അടുത്ത ആൾ വന്നോളും. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഈ ടാങ്കർ സാങ്ഷനുള്ള രാജ്യത്താണോ ഇല്ലാത്ത രാജ്യത്താണോ ആർക്കും അറിയില്ല. ഇതെങ്ങോട്ട് പോകുന്നു എന്ന് ഇതിൻ്റെ ഉടമസ്ഥന്മാർക്ക് മാത്രമേ അറിയുള്ളൂ. അവർ റൂട്ട് ചെയ്യും, റീറൂട്ട് ചെയ്യും. ഇവർ ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് അക്കരെ ഒന്ന് കടത്തി വിട്ടേ ചേട്ടാ, അല്ല അക്കരെ പോയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു, പീഡനം വയ്ക്കാൻ പോകുന്നു, വള്ളം വിടറു, അപ്പുറത്ത് പോകാൻ എനിക്ക്. ഇതാണ് സംഭവം ശരിയായി. വള്ളക്കാരനെ സംബന്ധിച്ചോളം സാങ്ഷനുണ്ടോ ഇല്ല എനിക്കറിയേണ്ട കാര്യമില്ല, ഇവിടുന്ന് ആ പോർട്ടിൽ കൊണ്ടുപോകണം. പിന്നെ ദൈവം സഹായിച്ച ആരും ഈ കപ്പൽ മുക്കുകയൊന്നുമില്ല, ഹൂത്തികൾ ഒഴിച്ച് ആരും കപ്പൽ ആക്രമിക്കുകയൊന്നുമില്ല. ഇപ്പം നിരോധിത സാധനങ്ങൾ അല്ലെങ്കിൽ നിരോധിതമായ ഒരു മേഖല, അതിലേക്ക് ഒരു കപ്പൽ കയറിയെന്ന് പറഞ്ഞിട്ട് ആരും മുക്കുകയൊന്നുമില്ല. അവിടെ ഇപ്പോൾ എവിടെയെങ്കിലും അടുപ്പിക്കും, ഈ കടവിൽ അടുപ്പിക്കുക കേട്ടോ, ഇതിൽ പോകാൻ പാടില്ല, പോകാൻ പാടില്ല. ഈ ബ്രഹ്മാണ്ഡ കപ്പലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ? ചവിട്ടി മുക്കാനൊന്നും പറ്റില്ല ഇത്. അപ്പോൾ ഇങ്ങനെ ഈ ട്രേഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ പ്രോബ്ലം. അപ്പോൾ ഇനി 27-ാം തീയതിയിലത്തെ ചർച്ചയിൽ ട്രംപ് എന്ത് ചെയ്യുന്നു നോക്കാം. ഇപ്പോൾ നോക്കൂ, ഈ റഷ്യ എന്നുള്ള എണ്ണ, അതാണല്ലോ ഒരു പ്രശ്നം ട്രംപിൻ്റെ. റഷ്യ എന്നുള്ള എണ്ണ വാങ്ങൽ നമ്മൾ കുറച്ചു, ഇപ്പം തന്നെ കുറച്ചു. അത് അമേരിക്ക പറഞ്ഞിട്ടൊന്നുമല്ല, 3 മാസം മുമ്പ് തുടങ്ങി ഈ പരിപാടി. കാരണം സബ്സിഡൈസ്ഡ് എണ്ണയാണ് റഷ്യ തരുന്നത്. സബ്സിഡൈസ്ഡ് അല്ല, ആദ്യം അമേരിക്ക പറഞ്ഞു $65 ഒരു ക്യാപ്പുണ്ട് അതിന്. അതിന് താഴെ റഷ്യ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മേടിച്ചു. അപ്പോൾ അതിന് താഴെ റഷ്യ വിറ്റ് നമ്മൾ മേടിച്ചു. 65 എണ്ണ ഇതിന് മാത്രം മേടിക്കുന്നത് കണ്ട് കഴിഞ്ഞപ്പോൾ അത് ബാരിയർ കുറച്ചിട്ട് 45 ആക്കി. റഷ്യ 45-ന് താഴെ വിൽക്കാൻ തുടങ്ങി, നമ്മൾ 45. ഇപ്പോൾ റഷ്യ എന്ത് ചെയ്തു, കുറേശ്ശെയായിട്ട് വില കൂട്ടിക്കൊണ്ടുവരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ 10 ലക്ഷം ബാരലോ മറ്റോ അൾജീരിയയിൽ നിന്ന് വാങ്ങാനായിട്ട് ഓർഡർ ചെയ്തു. സൗദി അറേബ്യയ്ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. റഷ്യ എന്നുള്ള എണ്ണ കുറച്ചു, ഇപ്പോഴും വാങ്ങുന്നുണ്ട്, പക്ഷേ കുറച്ചു. ഇപ്പം നമ്മൾ നേരത്തെ മുതൽ ഹോൾഡ് ചെയ്തിരുന്നു, ചേട്ടാ ഞങ്ങൾ മാർക്കറ്റ് നോക്കിയാണ് മേടിക്കുന്നത്, വില കുറവ് എവിടെയാണോ അവിടെ നിന്ന് മേടിക്കും. രാഘവൻ്റെ കടയിൽ വില കുറവാണ്, ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കും. രാഘവൻ അയാളുടെ ഭാര്യയുമായിട്ട് വഴക്കാണോ അയലോക്കത്തുകാരനായിട്ട് വഴക്കാണോ ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല, അവരുടെ വഴക്കിൽ ഞങ്ങൾ പെടുന്നുമില്ല. ഇതാണ് നമ്മുടെ നിലപാട്. ഇത് ന്യായമായ നിലപാടല്ലേ?
ഇതാണ് ലോകരാജ്യങ്ങൾ തന്നെ പല മാധ്യമ പ്രവർത്തകർ ട്രംപിൻ്റെ അടുത്ത് അത് ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഉരുണ്ട് കളിക്കുന്നതല്ല, പുള്ളി ഇതിന് മറുപടി പറയുന്നില്ല. മറുപടി പറയാൻ പ്രശ്നമാണ്. അപ്പോൾ ഓഗസ്റ്റ് 15 ഇവരുടെ ചർച്ച നടക്കുന്നു, പുടിൻ ട്രംപ്. ആ ചർച്ചയിൽ യുക്രൈൻ പ്രശ്നം തീർന്നു എന്ന് വെച്ചോ, എല്ലാ പ്രശ്നവും തീർന്നു. പിന്നെ എല്ലാ പ്രശ്നവും തീർന്നു. 50% എന്നുള്ളത് 25 മാറും. പിന്നെ ആ 25 ബൈപ്പാസ് ചെയ്യാനുള്ള വഴികൾ നോക്കിയാൽ മതിയല്ലോ, അതും നോക്കും. ഇതൊക്കെ ഇങ്ങനെ കൂടിയും കുറഞ്ഞു കിടക്കുന്നു. ഇത് കണ്ട് പേടിച്ചിട്ട് നമുക്ക് നമ്മുടെ പോളിസീസ് മാറ്റാൻ പറ്റുമോ? ഇപ്പോൾ നമുക്ക് നാട്ടിൽ സംഭവിക്കുന്നത് എന്താ? വെളിച്ചെണ്ണയുടെ വില കൂടുന്നു. അതേതായാലും ട്രംപ് കാരണമല്ലല്ലോ. അതിനെപ്പറ്റി ആർക്കും ഒരു വേവല അറിയില്ല. മലയാളിയോട് കളിക്കരുത്. 550 രൂപയുടെ വെളിച്ചെണ്ണ മേടിച്ചിട്ട് 10 രൂപയുടെ പപ്പടം ചുട്ടെടുക്കുന്നതാണ് നമ്മൾ. അല്ല, അതൊരു സാമർത്ഥ്യമാണ്. ഞാൻ പറയട്ടെ, എനിക്ക് വെളിച്ചെണ്ണ വില കൂടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഉള്ളിൽ. എന്നെയും അത് പിഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് തേങ്ങ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ വാങ്ങി ജീവിക്കുന്നു. എൻ്റെ റോള് മാറി. ബട്ട് ഞാൻ തേങ്ങ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലത്ത് അതിൻ്റെ കഷ്ടപ്പാടും സംഗതിയൊക്കെ ആലോചിക്കുമ്പോൾ കുറച്ചൊന്ന് കൂടി കിടക്കട്ടെ, കുറച്ച് നാൾ കേര കർഷകർക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ. ഒന്നുമില്ല, ഒന്നും കിട്ടാറില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ 500 രൂപ 550 രൂപ എന്ന് പറഞ്ഞാലും തേങ്ങ ഉണ്ടാക്കുന്ന കർഷകന് എന്ത് കിട്ടുന്നു ദൈവത്തിന്. അതെ, മാത്രമല്ല ഇപ്പോൾ ഈ 550 രൂപയ്ക്ക് മേടിക്കുന്ന വെളിച്ചെണ്ണ കേരളത്തിന് പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോഴും പ്രശ്നമുണ്ട്, നമ്മുടെ കർഷകന് കിട്ടുന്നില്ല. അല്ല, നമ്മുടെ കർഷകൻ ഉൽപ്പാദനം കുറഞ്ഞു, തീരെ കുറഞ്ഞു. നമ്മൾ 3-ാം സ്ഥാനത്താണ്. കർണാടക, തമിഴ്നാട്, പിന്നെയാണ് കേരളം. അപ്പോൾ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറഞ്ഞു ഇതിൻ്റെ പിന്നാലെ തൂങ്ങുന്ന ആരാണെന്ന്. തെങ്ങൊക്കെ പരിപാലിച്ച് തെങ്ങ് കയറാൻ എത്ര കാശാണ്? തെങ്ങ് കയറാൻ ആളില്ല. അതുകൂടാതെ തെങ്ങിന് വരുന്ന അസുഖങ്ങൾ, പുതിയ പുതിയ അസുഖങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വലിയ ഇതാണ്. ഏതായാലും അത് നമ്മളെ പിഞ്ച് ചെയ്യുന്നുണ്ട്. അതിനേതായാലും ട്രംപ് ഉത്തരവാദിയല്ല. ട്രംപ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ടെക്സ്റ്റൈൽസ് ഇത് അതിനൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. അത് ബാധിക്കാതിരിക്കാൻ അമേരിക്ക അടക്കമുള്ളവർ തന്നെ ഈ സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 50% താരിഫ് എന്ന് പറഞ്ഞാൽ ഫൈനലി അത് വന്നിട്ടൊരു 15% ഇമ്പാക്റ്റൊക്കെ ആയിട്ട് അത് മാറിക്കോളും. കാരണം അവിടെയും കച്ചവടം നടക്കുന്നുണ്ട്, അമേരിക്കയിലുള്ളവർക്കും കച്ചവടം നടക്കുന്നുണ്ട്, അവർക്കും വാങ്ങണ്ടേ സാധനങ്ങൾ. ഇവർ ഈ ഐമക്കൊക്കെ ഉണ്ടാകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ രാജ്യത്തും ഭരണമാറ്റവും സംഗതിയൊക്കെ ഉണ്ടാകും. ഇതുണ്ടായി കഴിയുമ്പോൾ ആ വരുന്ന പേഴ്സണാലിറ്റിയുടെ ടെമ്പർമെൻ്റ് അനുസരിച്ച് ഈ ടാക്സ് ഇട്ട് കളിക്കുക പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? 10,000-കണക്കിന് ജീവനക്കാരും സംഗതികളും വലിയ ബിസിനസ് സ്ഥാപനങ്ങളാണ്. അവർക്ക് ഈ പ്രാന്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളാൻ പറ്റില്ല. ദിവസവും റേറ്റ് മാറ്റി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് 2 വർഷം മുമ്പ് കൊടുത്ത ഓർഡറാണ് ഇപ്പോൾ ഡെലിവറി ചെയ്യുന്നത്. കാരണം ഇത് ഉണ്ടാക്കിയെടുത്ത് പിടിച്ച് കൊടുക്കണ്ടേ? സുനിൽ ആലോചിച്ചു, ടെക്സ്റ്റൈൽ തന്നെ നമ്മൾ ഒരു സാരി വാങ്ങാനായിട്ട് ചെന്നാൽ ഏതെങ്കിലും ഒരു സാരി വാങ്ങി തിരിച്ചു വരാം. സുനിലിനൊരു 5000 സാരി വേണമെന്ന് വെച്ചു. പോട്ടെ, 250 സാരി ഒരു സ്കൂളിലെ ടീച്ചർമാർക്ക് യൂണിഫോം കൊടുക്കാൻ എത്ര കാലം മുമ്പേ ഓർഡർ കൊടുക്കണം? ജൂണിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് 250 ഒരേ ഡിസൈനുള്ള സാരി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എത്ര കാലം മുമ്പ് ഓർഡർ കൊടുക്കണം? കല്യാൺ സിൽക്സിലോ പോത്തീസിലോ ജയലക്ഷ്മിയിലോ ഇനി ഒരു 4 മാസം പോലും വേണ്ടി കൊടുക്കണം. കാരണം അല്ല, ഇത് ഉണ്ടാക്കിയെടുക്കണ്ടേന്ന്. ഇതിന് ആകാശത്തിനടുത്ത് തരുന്നില്ലല്ലോ. മറ്റേതെന്ന് വെച്ചാൽ ഉണ്ടാക്കിയ സാരി കൊണ്ടുവന്ന് അവർ ഷോറൂമിൽ വെച്ചിരിക്കുന്ന അതിലൊരെണ്ണം മേടിച്ചു പോയി. ദാറ്റ് ഈസ് ഓക്കെ. ബട്ട് ബൾക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ഓർഡർ കൊടുക്കണം. ഈ 4 മാസത്തിനിടയ്ക്ക് ട്രംപ് താരിഫ് മാറ്റി, മോദി ടാക്സ് മാറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകാരെന്ത് ചെയ്യും? അപ്പോൾ അവർ ഇതിങ്ങനെ ആകെ തുള്ളിക്കളിക്കുമ്പോൾ അതിൻ്റെ നടുക്ക് അവരൊരു വഴി വെട്ടാൻ നോക്കും. ആ ഒരു വഴിയാണ് ഐമക് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. BLA ഒക്കെ ഇതിൻ്റെ പിന്നാലെ അങ്ങ് നടന്നോളും. അതൊക്കെ നടന്നു. ഇപ്പോൾ BLA ഭീകര സംഘടനയായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ BLAക്ക് എന്താ? BLA അവിടെ അഫ്ഗാനിസ്ഥാനിലെ വർക്ക് ചെയ്യുന്നത്. എത്രയോ പേര് അവരെ ഭീകരരെന്ന് വിളിക്കുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് എന്തും വിളിക്കുന്നു. ഒരു കാര്യം, അഫ്ഗാനിസ്ഥാൻ വീണ്ടും പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടു പോകാൻ ഇതൊരു സൈക്കോളജിക്കൽ കാരണം. ബലൂചിസ്ഥാൻ വിട്ടുപോകാനുള്ള കാരണങ്ങളിൽ ഒന്നാകും അമേരിക്കയുടെ ഈ ഒരു പ്രയോജനവുമില്ലാത്ത പ്രഖ്യാപനം. അതെ, BLA ഒരിക്കലും അമേരിക്കയിൽ ഒരു സ്ഫോടനമോ ഒന്നും ചെയ്തിട്ടില്ല. അവർ പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ ആ ഏരിയ വിട്ടിട്ട് ഒരക്രമ പ്രവർത്തിക്കുക അവർ പോയിട്ടില്ല. അപ്പോൾ അവർ അന്താരാഷ്ട്ര കുറ്റവാളി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് വെച്ചിട്ടുണ്ടാകും, അങ്ങനെയാണ് ഞാൻ ഇന്ത്യയുടെ പോയി ഞാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും, ഇങ്ങനെയൊക്കെ അവരെ വെറുതെ പ്രകോപിപ്പിക്കുന്നൊരു ഏർപ്പാടുണ്ട്.
ഇതുമൊക്കെ അമേരിക്ക ചെയ്യും. പാകിസ്ഥാനെ കൂടെ നിർത്തുമ്പോൾ പോലും പാകിസ്ഥാനിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞുകൊണ്ടും തല്ലിക്കൊണ്ടുമിരിക്കും. അതൊക്കെയാണ് അമേരിക്ക. അമേരിക്കയുടെ CIA വിത്ത് ഇവരുടെ ഇംഗ്ലണ്ടിൻ്റെ MI16 മൊസാദ് ഇവരൊക്കെ കളിക്കുന്ന കളികൾ അതിഭീകരമാണ്. അല്ലെങ്കിൽ ഈ യുക്രൈൻ യുദ്ധം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. യുക്രൈൻ നാറ്റോയിൽ ചേരാനായിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് പുടിൻ അവരെ ആക്രമിച്ചത്. ഇത് പകൽ പോലെ വ്യക്തമാണ്. എന്തിന് യുക്രൈൻ നാറ്റോയിൽ ചേരാൻ പോയി? നാറ്റോയിൽ ചേരാൻ യുക്രൈൻ ഒട്ടും ആനുകൂല്യം ഉണ്ടായിരുന്നില്ല. അവർ ന്യൂട്രലായിട്ട് നിൽക്കാനാണ് തീരുമാനിച്ചത്. ന്യൂട്രലായിട്ട് നിൽക്കാൻ തീരുമാനിച്ച സർക്കാരിനെ 2014 അന്ന് ക്ലിൻ്റനാണെന്ന് തോന്നുന്നു, 2014 ആ സർക്കാരിനെ അട്ടിമറിച്ച് പ്രോ നാറ്റോ സർക്കാരിനെ കൊണ്ടുവന്ന് അതിൻ്റെ മൂർധന്യത്തിലാണ് സെലൻസ്കി വരുന്നത്. ഇപ്പോൾ സെലൻസ്കിയുടെ പീരീഡ് കഴിഞ്ഞു. സെലൻസ്കിക്ക് ഭരിക്കാൻ അവകാശമില്ല. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് കാലാവധി കഴിഞ്ഞു. യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ ആളില്ല. വയസ്സായ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നു, 13 വയസ്സ് കഴിഞ്ഞവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് സെലൻസ്കി നിൽക്കുന്നത്. ഈ അവസ്ഥ കൊണ്ടുവരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അമേരിക്ക അങ്ങ് തീരുമാനിച്ചു നമുക്ക് റഷ്യ കിട്ടും. കാരണം അമേരിക്ക ഈ കോൾഡ് വാർ കഴിഞ്ഞപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് ലോകാധിപത്യം ഉണ്ടെന്നൊക്കെ സമ്മതിച്ചെങ്കിലും റഷ്യ എപ്പോഴും ഒരു ഭീഷണിയായിട്ട് നിന്നു. അപ്പോൾ റഷ്യയെ 4 വശത്തു നിന്നും ബ്ലോക്ക് ചെയ്യണം. അതിനായിട്ട് റഷ്യയിൽ നിന്നും വേർപെട്ടു പോയ രാജ്യങ്ങളെ മുഴുവൻ നാറ്റോ രാജ്യങ്ങളാക്കി മാറ്റുക. അപ്പോൾ അതിനകത്ത് പ്രബലമായ ഒരു രാജ്യമാണ് യുക്രൈൻ. അതിനെയും നാറ്റോയിൽ ചേർക്കുക. അപ്പോൾ നാറ്റോ റഷ്യയുടെ വേലിക്കൽ വരും. ഇത് റഷ്യ ആഗ്രഹിക്കുന്നില്ല. റഷ്യ പറയുന്നത് നാറ്റോയ്ക്കും എനിക്കും ഇടയ്ക്ക് ബഫർ സോണായിട്ട് ഈ രാജ്യങ്ങൾ കിടക്കണം, ന്യൂട്രൽ രാജ്യങ്ങൾ. ന്യായമായൊരു കാര്യമാണ് റഷ്യ പറയുന്നത്. അന്യായമൊന്നും അവർ ചെയ്തിട്ടില്ല. അമേരിക്കയുടെ താല്പര്യമാണ് ഇങ്ങനെ. ഏതായാലും ഇപ്പം നമ്മൾ ഈ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് ഉൾപ്പെടെ പുടിനും ട്രംപും കൂടെ അടുത്ത ദിവസം കാണുമ്പോൾ ചിലപ്പോൾ പരിഹാരമാകാം. ആവാൻ സാധ്യതയില്ല കേട്ടോ. ആവാൻ സാധ്യതയില്ല. കാരണം പുടിൻ ക്ഷമിക്കാവുന്നത്രയും ക്ഷമിച്ചു എന്നുള്ള നിലപാടാണ് പുടിനുള്ളത്. പുടിൻ ചിലപ്പോൾ സമ്മതിക്കും ഇതുവരെ പിടിച്ച സ്ഥലങ്ങളെല്ലാം റഷ്യയ്ക്ക് കൊടുക്കുക, ബാക്കി വരുന്ന യുക്രൈൻ അത് നാറ്റോയിൽ ചേരില്ല എന്ന് ഉറപ്പുവരുത്തുക, അത് എഴുതി മേടിച്ച് പ്രഖ്യാപനമാക്കുക വിത്ത് അമേരിക്കൻ ഗ്യാരണ്ടി. ഇത് അമേരിക്ക ചെയ്യില്ല. ട്രംപ് വിചാരിച്ചാൽ പോലും അത് ചെയ്യാൻ പറ്റില്ല. കാരണം ട്രംപ് ഇവരുടെ തടവിലാണ്. പെൻറ്റഗൺ, CIA ഇവരുടെയൊക്കെ തടവിലാണ്. അപ്പോൾ അവർ സമ്മതിക്കില്ല. ട്രംപ് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോകും. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അലാസ്കയിൽ. അലാസ്ക മീറ്റിംഗ് നമുക്കൊന്ന് കാത്തിരിക്കാം. മാത്രമല്ല എനിക്ക് പേടിയുണ്ട്, അത് ചിലപ്പോൾ ഫ്ലെയർ അപ്പ് ചെയ്തിട്ട് അലാസ്കയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും പുടിനോട്. ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ഇറ്റ്. അലാസ്ക അമേരിക്കയുടെ കഷ്ണമാണില്ല. ബട്ട് ട്രംപ് അത് ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ പുടിനുമായിട്ട് ചർച്ച ചെയ്യാൻ അങ്ങോട്ട് പോകുന്നെന്ന് കേട്ടില്ലോ. ട്രംപ് ചോദിച്ചു എങ്ങോട്ട്? ഐ എം നോട്ട് ഗോയിങ് ഔട്ട്സൈഡ് അമേരിക്ക. ഞാൻ അമേരിക്കയ്ക്ക് പുറത്ത് പോകുന്നില്ല, അയാൾ ഇങ്ങോട്ട് വരികയാണ്. ശരിയല്ലേ? അലാസ്ക അമേരിക്കയാണ്. അപ്പോൾ പുടിൻ വന്ന് ട്രംപിനെ കാണുകയാണ്. ആ മെസ്സേജ് ട്രംപ് ക്ലിയർ ആയിട്ട് പൊട്ടിത്തെറിച്ചു. ഞാൻ എവിടെ പോകുന്നു? അയാൾ ഇങ്ങോട്ട് വരികയാണ്. അത് പുടിനൊരു ഇൻസൾട്ട് അല്ലേ? എത്ര തവണ ഇതൊക്കെ ട്രംപ് ചെയ്തിരിക്കുന്നു. എന്നാലും മാന്യന്മാർ സഹിച്ചത് എവിടെയും. കാരണം ഈ പണ്ടാരം കാലം പ്രസിഡൻ്റായി പോയില്ലേ, എവിടെയെങ്കിലും ഒരു കടവിലടുപ്പിക്കേണ്ടത്, നാട്ടുകാർക്ക് ജീവിക്കണ്ടേ ഇയാളുടെ പ്രാന്ത് കൊണ്ട്. അതുകൊണ്ട് പലപ്പോഴും ആരും ശരി പോട്ടെ, കേട്ടില്ല കണ്ടില്ല എന്നൊക്കെ വിചാരിച്ചിങ്ങനെ പോവുകയാണ്. ബട്ട് ഒരു ഇഞ്ച് പുടിന് വിട്ടുകൊടുക്കില്ല. പ്രവൃത്തിയിൽ അതൊന്നും കാണുമൊന്നുമില്ല. അങ്ങനെ വളരെ ഈ അലാസ്കയിൽ വന്നു കഴിഞ്ഞ് പുടിനെ ഇവിടെ വളരെ മോശമായി പെരുമാറിയാൽ സ്ഥിതി വല്ലാതെ രൂക്ഷമാകത്തല്ലേ? രൂക്ഷമാകും. അപ്പോഴും ഈ റഷ്യയുടെ ഒരു സ്വഭാവം അനുസരിച്ച് പഴയ സോവിയറ്റ് യൂണിയനല്ല, ഇപ്പോഴത്തെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ തിരിച്ചൊന്നും മിണ്ടില്ല. തിരിച്ചു പോവും, ചെയ്യാനുള്ളത് ചെയ്യും. സെലൻസ്കിക്ക് കിട്ടും, ഉക്രൈന് കിട്ടും. ഉക്രൈൻ വെറുതെ കിടന്ന് തല്ലുകൊണ്ടുണ്ട്, ഒരു കാര്യമില്ല. ഏതായാലും അലാസ്ക മീറ്റിംഗ് കഴിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.